പ്രിലിംസ് 2024 20ാമത്തെ ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. 20ാമത്തെ ചോദ്യം കാണുമ്പോൾ തന്നെ വലിയൊരു ചോദ്യമാണെന്ന് കാണാൻ പറ്റും. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സ്റ്റേറ്റ്മെന്റ് 1, the Indian flying fox is placed under the vermin category in the Wildlife Protection Act of 1972. 1972 പ്രകാരം ഇത് vermin കാറ്റഗറിയിലാണ് പെട്ടിരിക്കുന്നതെന്നാണ് പറയുന്നതായിട്ടുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 2, the Indian flying fox feeds on the blood of other animals എന്നാണ് പറയുന്നതായിട്ടുള്ളത്. മറ്റു മൃഗങ്ങളുടെ ബ്ലഡ് കഴിച്ചിട്ടാണ് ഈ ഒരു ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് ജീവിക്കുന്നതെന്നാണ് പറയുന്നതായിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് 2, ഇവിടെ which of the following is correct in respect of the above statement എന്നാണ്. Statement 1 and statement 2 are correct. Statement 2 explains statement 1. Both statement 1 and 2 are correct. Statement 2 does not explain statement 1. Statement 1 is correct. Statement 2 is incorrect. Statement 1 is incorrect. Statement 2 is correct. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ചോദ്യം കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കണം, അയ്യോ എനിക്ക് ഈ ഒരു ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സിനെ കുറിച്ചിട്ട് അറിയില്ലല്ലോ, ഞാൻ എങ്ങനെയാണ് ഈ ചോദ്യത്തെ അറ്റൻഡ് ചെയ്യാം? ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത, നിങ്ങൾ ഭൂമിയിലുള്ള ഓരോ ജീവികളെ കുറിച്ചോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ മെൻഷൻ ചെയ്ത ഓരോ ജീവികളെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടായിരിക്കില്ല പ്രിലിംസ് എക്സാമിന് പോകുന്നതായിട്ടുള്ളത്. ഈവൻ നമ്മുടെ ദേശീയ മൃഗമായിട്ടുള്ള ടൈഗറിനെ കുറിച്ച് ഇതേപോലെ ഒരു ചോദ്യം തന്നാൽ പോലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതിന് മുന്നേ ആനയെ കുറിച്ചിട്ടൊക്കെ, എലിഫന്റിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിന് മുന്നേ ഇന്ത്യൻ സ്ക്വിറലിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ UPSC ചോദിക്കുന്നത് എന്തിനാ വെച്ചാൽ നിങ്ങളുടെ ലോജിക്കൽ റീസണിങ് അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ സെൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് നോളജ് വെച്ചിട്ട് അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സിനെ കുറിച്ച് നല്ല ധാരണ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ധാരണ ഇല്ല എങ്കിൽ പിന്നെ ഈ ചോദ്യത്തെ നമുക്ക് നോളജ് വെച്ച് അറ്റൻഡ് ചെയ്യൽ പറ്റില്ല. നമുക്ക് ലോജിക് അല്ലെങ്കിൽ കോമൺ സെൻസ് യൂസ് ചെയ്യാമെന്ന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കോമൺ സെൻസ് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഐഡിയ വേണം. ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വവ്വാലിനെയാണ് ഈ പറയുന്ന കാര്യം. ഓക്കെ, ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറഞ്ഞത് വവ്വാലാണ്, പറക്കുന്ന ഫോക്സ് ആണ്. അതിനെ ശരിക്കും പറഞ്ഞാൽ അത് വവ്വാലാണ്. ഓക്കെ, ഇത് വവ്വാലിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഇത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം 1972 പ്രകാരം വേർമിൻ കാറ്റഗറിയിലാണെന്നാണ് പറയുന്നത്. അപ്പൊ എന്താ ഈ വേർമിൻ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വ്യത്യസ്ത കാറ്റഗറിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതിൽ ഒരു കാറ്റഗറിയാണ് വെർമിൻ എന്ന് പറയുന്നതായിട്ടുള്ളത്. ഇത് ഒന്നുകിൽ എന്തെങ്കിലും രോഗം പരത്തുന്ന ജീവി, അല്ലെങ്കിൽ നമ്മുടെ കൃഷി നശിപ്പിക്കുന്ന ജീവികൾ, ഉദാഹരണത്തിന് എലീനെ പോലുള്ള ജീവികൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ജീവികൾ, അല്ലെങ്കിൽ മറ്റ്, അതായത് മനുഷ്യന്മാർക്ക് നോർമലി ഒരു പൊതുവായിട്ട് ശല്യമായിട്ടുള്ള ജീവികളെയാണ് നമ്മൾ വേർമിൻ കാറ്റഗറിയിൽ പെടുത്താറുള്ളത്. അപ്പൊ ഇവിടെ ശല്യമായിട്ടുള്ള ജീവികൾ, കൃഷി നശിപ്പിക്കുന്ന ജീവികൾ, റോഡന്റുകൾ എന്നൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുക. മൂന്നാമത്തത് ഡിസീസ് കോസിങ് ആയിട്ടുള്ളത്. വവ്വാല് ഡിസീസ് കോസിങ് ആണോ? ആണ്. അതായത് നമ്മൾ നിപ്പ വവ്വാല് കാരണമാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് കേരളത്തിൽ ഉള്ള നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറഞ്ഞാൽ വവ്വാലാണെന്ന് ആദ്യം നമുക്ക് മനസ്സിലാവണം. ഓക്കെ, അപ്പൊ അതിനുശേഷം ഇത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം വേർമിൻ കാറ്റഗറിയിലാണോ, ഇത് ഡിസീസ് കോസിങ് ആണ്, ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാവാൻ സാധ്യതയുണ്ട്. നമുക്ക് എക്സാക്ട്ലി അറിയില്ല അത് അവിടെ ഉണ്ടോ, പക്ഷെ നമ്മുടെ ഒരു നോളജ് വെച്ച് സാധ്യതയുണ്ട്, നമ്മുടെ ഒരു ലോജിക് വെച്ച് സാധ്യതയുണ്ട്. ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് നമുക്ക് അറിയില്ലയോ രണ്ടാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഇത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. ഒരു ജീവി അത് ബ്ലഡ് കഴിക്കും എന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ്, നിങ്ങൾ ഇന്ത്യയിലാണ് ജീവിക്കുന്നത്, ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് വവ്വാല് ബ്ലഡ് കഴിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അത് ശരിയാവാനാണോ സാധ്യത, തെറ്റാവാനാണോ സാധ്യത? പ്രോബബിലി അത് തെറ്റാവാനാണ് സാധ്യത എന്ന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാം. കാരണം വവ്വാല് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അതിനെ ഫ്രൂട്ട് ഈറ്റിംഗ്, പഴം തീനി വവ്വാലുകൾ എന്നൊക്കെയാണ് പറയുന്നത്. അല്ലാതെ ഈ ഒരു ബ്ലഡ് ഈറ്റിംഗ് വവ്വാലുകൾ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നോർമലി സ്റ്റോറീസിലൊക്കെ കാണാറുള്ളൂ. ഇനി റെയർ ആയിട്ട് എവിടെയെങ്കിലും ഉണ്ടോങ്കിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. നോർമലി ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പ്രോബബ്ലി തെറ്റാവാൻ. കാരണം ബ്ലഡ് ഈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലൈയിങ് ഫോക്സ് അല്ലെങ്കിൽ വവ്വാല് എന്ന് പറയുന്നത് പോസിബിലിറ്റി വളരെ വളരെ കുറവാണ് അല്ലെ. അപ്പോൾ ഇത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പ്രോബബ്ലി തെറ്റാണെന്നുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് വരിക. അതിനെ നമുക്ക് പറയാം ഒരു ബ്ലഡ് ഈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് വവ്വാലിനെ പോലെ ഒരു ജീവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വലിയ കൊതുകൊക്കെ ആണെങ്കിൽ ബ്ലഡ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ പറയാൻ പറ്റും. പക്ഷെ വവ്വാലിനെ പോലെ ഒരു ജീവി ബ്ലഡ് ഈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വളരെ റെയർ ആയിട്ടുള്ള പോസിബിലിറ്റി. അതും ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ജീവി ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് കേട്ടിരിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ബ്ലഡ് ഈറ്റിംഗ് ആയിട്ടുള്ള ഒരു ജീവി ഉണ്ട് എന്നുണ്ടെങ്കിൽ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് നമ്മൾ
ലോജിക്കലി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഉത്തരം വളരെ സിമ്പിൾ ആണ്. കാരണം സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയുന്ന ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ഇവിടെയുള്ളൂ, മൂന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള സി എന്നുള്ളത്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. അപ്പൊ സി ആണ് ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. നമ്മൾ ലോജിക്കലി വന്നതാണ്, നമുക്ക് നോളജ് ഒന്നുമില്ല. പക്ഷെ ഓർത്ത് വെക്കേണ്ട കാര്യം, എവിടെ നിന്നാണ് ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സിനെ കുറിച്ച് UPSC ചോദ്യം ചോദിച്ചത്? എന്തുകൊണ്ട് UPSC ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സിനെ കുറിച്ച് ചോദ്യം ചോദിച്ചു, മറ്റൊരു ജീവിനെ കുറിച്ച് ചോദിച്ചില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് കറണ്ട് അഫയേഴ്സിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഹിന്ദു ന്യൂസ് പേപ്പറിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും, ആഗസ്റ്റ് 17 2023 2023 ജൂൺ മുതൽ 2024 മെയ് വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നിങ്ങൾ പഠിക്കുക. അപ്പൊ അതിലെ ഫ്ലൈയിങ് ഫോക്സ് ബാറ്റ്സ് ഫോർ വിജിലൻസ് വൈൽ റൂസ്റ്റിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. ഫ്ലൈയിങ് ഫോക്സ് എവിടെയുണ്ട്? ഇനി നോക്ക്, ഇന്ത്യാസ് ലാർജസ്റ്റ് സ്പീഷീസ് ഓഫ് ബാറ്റ്സ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള വവ്വാലിന്റെ സ്പീഷീസിനെയാണ് ഫ്ലൈയിങ് ഫോക്സ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ ഓർത്ത് വെക്കേണ്ട കാര്യം, ദ നെക്ടർ ആൻഡ് ഫ്രൂട്ട് ഈറ്റിംഗ് ഫ്ലൈയിങ് ഫോക്സ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത്? നെക്ടർ ആൻഡ് ഫ്രൂട്ട് ഈറ്റിംഗ് ആണ് ഫ്ലൈയിങ് ഫോക്സ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ഇറ്റ് ഈസ് ജനറലി കൺസിഡേർഡ് ആസ് എ വേർമിൻ എന്ന് പറയുന്നുണ്ട്. ജനറലി കൺസിഡേർഡ് ആസ് എ വേർമിൻ. ഇത് കൃഷി നശിപ്പിക്കും, കാരണം ഓർക്കാഡിനെ നശിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാ? ഇത് വന്നിട്ട് പഴങ്ങളും കായ്കളും ഒക്കെ കടിച്ചിടാറുണ്ട്. അപ്പൊ ഓർത്ത് വെക്കുക, ആഗസ്റ്റ് 2023 17 വന്ന ഈ ന്യൂസ് പേപ്പറിൽ ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നാണ് ഫ്ലൈയിങ് ഫോക്സിനെ UPSC പിക്ക് ചെയ്തിട്ടുണ്ടാവുക. അതിനെക്കുറിച്ചാണ് ചോദ്യം വന്നത്. പക്ഷെ ചോദ്യം ഫ്രെയിം ചെയ്തിരിക്കുന്നത് ലോജിക്കലി നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഓർത്ത് വെക്കുക, UPSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ഒരു 25 to 30 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 30 to 35 ക്വസ്റ്റ്യൻസ് റേഞ്ചിൽ നിങ്ങൾക്ക് ലോജിക്കലി ട്രൈ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളുണ്ടാവും. നിങ്ങളൊന്ന് ഇരുത്തി ചിന്തിച്ച് നിങ്ങളൊന്ന് ഉത്തരം കണ്ടുപിടിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ മുഴുവൻ പഠിച്ചു വന്നിട്ട് അറ്റൻഡ് ചെയ്യണമെന്നില്ല. അപ്പോൾ എപ്പോഴും ചിന്തിക്കുക, ഞാൻ പഠിച്ചത് വെച്ചിട്ടാണ് എനിക്ക് UPSCയിൽ ചോദ്യം മാർക്ക് കിട്ടുക എന്നുള്ള ചിന്ത ആദ്യം ഡ്രോപ്പ് ചെയ്യുക. പഠിച്ചതും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ തല ആ ഒരു 2 മണിക്കൂറിൽ എത്ര മാത്രം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നതിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അപ്പോൾ UPSCയുടെ കറണ്ട് അഫയേഴ്സ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ ഒരു 20 ചോദ്യങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഹിന്ദു ന്യൂസ് പേപ്പർ വായിക്കാൻ വേണ്ടി ശ്രമിക്കുക. കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ ലേണേഴ്സിന്റെ ദ ഹിന്ദു അനാലിസിസ് ഡെയിലി യൂട്യൂബിലും അതുപോലെ തന്നെ ആപ്പിലും ലേണേഴ്സ് ആപ്പിലും അവൈലബിൾ ആണ്. യൂട്യൂബിലാണെങ്കിൽ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. മാസം 159 രൂപയാണ്. സീരിയസ് ആയിട്ട് UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ന്യൂസ് പേപ്പർ വായിക്കുന്നതിനോടൊപ്പം ഈ കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കൂടി കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ ദാറ്റ് ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ന്യൂസ് അനാലിസിസ് ന്യൂസസിന് മേലെ അത് നിങ്ങളെ UPSC പ്രിപ്പറേഷനിൽ തീർച്ചയായിട്ടും സഹായിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. കറണ്ട് അഫയേഴ്സിനെ ഇമ്പോർട്ടൻ്റ് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം കൂടിയാണ്. അതേപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലേണേഴ്സ് ആപ്പിനെ കുറിച്ചും കോഴ്സുകളെ കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലേണേഴ്സിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യത്തോടൊപ്പം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു ദിവസം അടുത്തൊരു ചോദ്യമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.